സഹകരണ മേഖലയിൽ CPM കൊള്ളയുടെ ഒടുവിലത്തെ രക്തസാക്ഷി. ബാങ്കിൽ ജീവനൊടുക്കിയ സാബുവിന്റെ കുറിപ്പ് കണ്ടെത്തി. കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. കട്ടപ്പന മുളപ്പാശ്ശേരിയിൽ സാബുവാണ് ജീവനൊടുക്കിയത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിലാണ് യുവാവ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ മരിച്ച സാബുവിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. ഭാര്യയുടെ ചികിത്സയ്ക്കായാണ് ബാങ്കിൽ നിന്നും പണം തിരികെ ആവശ്യപ്പെട്ടത്. എന്നാൽ ബാങ്ക് ജീവനക്കാർ പണം നൽകാൻ തയ്യാറായില്ലെന്നും തന്നെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. തന്റെ സമ്പാദ്യം മുഴുവനും ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും കത്തിൽ പറയുന്നു. സംഭവത്തിന് പിന്നാലെ ബാങ്കിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ബാങ്ക് മാനേജർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സഹകരണ മേഖലയിൽ CPM നടത്തുന്ന കൊള്ളയുടെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയ മുളങ്ങാശ്ശേരിൽ സാബു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണം. ചെറുകിട കച്ചവടക്കാരനായ സാബു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച 25 ലക്ഷം രൂപയാണ് കട്ടപ്പന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭാര്യയുടെ ചികിത്സാ ചെലവുകൾക്ക് നിക്ഷേപം മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അതിന് തയ്യാറായില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഹർത്താൽ. BJPയും കോൺഗ്രസുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപാരികളും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച സാബു വ്യാപാരിയാണ്.